ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു ആപ്തവാക്യമുണ്ടായിരുന്നു. ആ ആപ്തവാക്യം ഇതാണ്: സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. ഈശോയുടെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് പിന്നെ തോന്നിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തോന്നൽ, എന്നെ സ്നേഹിച്ച എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കും. എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ രക്തം ബലിയായി അർപ്പിക്കും. അങ്ങനെ രക്തസാക്ഷികൾ അവരുടെ ജീവിതത്തിൽ ആപ്തവാക്യമാക്കി എടുത്തിരുന്ന ഒരു പ്രധാന കാര്യമാണ് സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈശോ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ച് ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഈശോ ഇടപെട്ട് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ ചെയ്യുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഹൃദയം യേശുവിനായി സമർപ്പിക്കണം, നമ്മുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കണം. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ലോകാരംഭം തൊട്ട് അല്ലെങ്കിൽ വളരെ കാലത്തെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, അനേകം ദൈവമക്കൾ അവരുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാൻ ഉത്സാഹിക്കുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് 10 കന്യകമാരുടെ ഉപമ യാഥാർത്ഥ്യമാകും. 10 കന്യകമാർ ഉണ്ടായിരുന്നു. 5 കന്യകമാർ വിളക്കിൽ എണ്ണ കരുതിയിരുന്നു. 5 കന്യകമാർ വിളക്കിൽ എണ്ണ കരുതിയില്ല. അവർ മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദീസ മുങ്ങിയ ആളുകളുടെ പ്രതീകങ്ങളാണ് ഈ 10 കന്യകമാരും. അവരെല്ലാവരും യേശുവിനെ കാത്തിരിക്കുന്നവരാണ്. മണവാളൻ എന്ന് പറയുന്നത് യേശുവാണ്. മണവാളൻ വരാൻ താമസിച്ചു, കന്യകമാർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു. യേശുവിൻ്റെ 2ാം വരവിനെയാണ് ഉദ്ദേശിക്കുന്നത്. മണവാളൻ വരാൻ താമസിച്ചു എന്ന് പറയുമ്പോൾ പൊടുന്നനെ ആരവം ഉണ്ടായി, കാഹളധ്വനികൾ മുഴങ്ങി. ഇതാ മണവാളൻ്റെ വരവറിയിച്ചുകൊണ്ട് ഉദ്ഘോഷണങ്ങൾ മുഴങ്ങി. അപ്പോൾ കന്യകമാരെല്ലാം ഉണർന്നു. അതാണ് ശരീരങ്ങളുടെ ഉയർപ്പ്. ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. 10 കന്യകമാരും എഴുന്നേറ്റ്. എല്ലാ ആരായാലും എഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽക്കും. പാപിയാണെങ്കിലും വിശുദ്ധനാണെങ്കിലും ഒക്കെ ഉയർത്തെഴുന്നേൽക്കും. 10 പേരും ഉയർത്തെഴുന്നേറ്റു. പൊടുന്നനെ അതുവരെ അവർ തിരിച്ചറിഞ്ഞില്ല. അതുവരെ പള്ളിയിൽ പോയി ധ്യാനം കൂടി, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, അങ്ങനെ നടന്നു, കുർബാന സ്വീകരിച്ചു, അങ്ങനെ നടന്നു. പൊടുന്നനെ 5 കന്യകമാർ തിരിച്ചറിയുകയാണ്, ഞങ്ങളുടെ വിളക്കിൽ എണ്ണയില്ല. അത് നിത്യജീവനില്ലാത്ത ആളുകളാണ്. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും അടുത്തിരിക്കും, ഒരേ വീട്ടിൽ താമസിക്കും, ഒരേ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കും. പക്ഷേ അറിയില്ല ആർക്കാണ് നിത്യജീവനുള്ളത്, ആർക്കാണ് നിത്യജീവനില്ലാത്തത്. ആരുടെ ഹൃദയമാണ് യേശുവിന് സമർപ്പിച്ചിട്ടുള്ളത്, ആരുടെ ഹൃദയമാണ് യേശുവിന് സമർപ്പിക്കാതെ ലോക കാര്യങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവർക്ക് ഒരു പക്ഷേ അറിവ് കിട്ടിയേക്കാം, ചിലപ്പം നിങ്ങളും അതിനെക്കുറിച്ച് അവെയർ അല്ലായിരിക്കും. ജീവിതകാലത്ത് നിത്യജീവൻ സ്വന്തമാക്കിയിരുന്നവർ അവർ മണവാളൻ്റെ കൂടെ നിത്യജീവനത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ആത്മാവ് ഏത് ഗണത്തിൽപ്പെടും? നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലത്. അത് വൈദികനാകട്ടെ, സമർപ്പിതയാകട്ടെ, അൽമായ സഹോദരൻ, അതായത് മാമോദീസ മുങ്ങി വിവിധ ജീവിതാന്തസ്സുകളിൽ തിരുസഭയുടെ ഉള്ളിരിക്കുന്ന എല്ലാവരും ഇത് ചിന്തിക്കണം. മാർപ്പാപ്പ തൊട്ട് ചെറിയ മാമോദീസ മുങ്ങിയ കുട്ടികളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ന്യായവിധിക്കായി നിർത്തപ്പെടും. ശരിയല്ലേ? ഈ വചനം പ്രഘോഷിക്കുന്ന എന്നെയും നിർത്തും. ശരിയല്ലേ? സകലരും യേശു ക്രിസ്തുവിന് മുമ്പിൽ ന്യായവിധിക്കായി നിർത്തപ്പെടും. ഒരു വിശുദ്ധൻ
പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴും മായാതെ നിൽക്കുന്ന വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ യേശുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അയ്യോ ഞാനൊരു വിശുദ്ധനല്ലായിരുന്നല്ലോ എന്ന് തിരിച്ചറിയുന്ന ആ സെക്കൻഡാണ് ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന സമയം. ദുരന്തം എന്നാണ് പറയുന്നത്. നമ്മളിവിടെ പള്ളിയിൽ വരുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്നു, കൈയടിക്കുന്നു, നമ്മൾ അത്ഭുതങ്ങൾ കാണുന്നു, അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നിത്യജീവന് വേണ്ടി ഹൃദയം തുറന്ന് ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അച്ഛൻ ഒരു ദിവസം ഒരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പണ്ട് ആദ്യത്തെ യാത്രയാണ് അത്. ഫസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ യാത്രയാണ് അത്. ഒമാൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് പോകുന്നത്, ഒമാൻ. അപ്പോൾ അന്ന് എപ്പോഴും ഈ ഇങ്ങനെ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ യാത്രയിൽ പോകുന്ന സമയത്ത് ഞാൻ എല്ലാ പള്ളികളും ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് രൂപതയിലും എല്ലാ പള്ളികളും കവർ ചെയ്ത് ഓരോ പള്ളി കഴിഞ്ഞ് അടുത്ത പള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പുറത്തും പോകുന്നുണ്ട്. അങ്ങനെ പോയി. അപ്പം ചെല്ലുന്ന അന്ന് മാത്രമാണ് മസ്കറ്റിൽ ശുശ്രൂഷയുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ 7:45 പറ്റിയാണ് അന്നത്തെ ഫ്ലൈറ്റ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എന്നെ ഒരു അച്ഛൻ കൊണ്ടുപോയിട്ട് രാവിലെ 4:45 തന്നെ എയർപോർട്ടിലാക്കി. കാരണം അച്ഛന് പിന്നെ 5 മണിക്ക് 6 മണിക്ക് കുർബാനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലാക്കണം. അപ്പം ഞാൻ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഓഫീസിൽ അട്ടപ്പാടിയിൽ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കും, വിസ ശരിയായോ? വിസ ശരിയായി. ടിക്കറ്റ് ശരിയായോ? ടിക്കറ്റ് ശരിയാണ്. പാസ്പോർട്ടൊക്കെ ഓക്കെ അല്ലേ? പാസ്പോർട്ടെല്ലാം ഓക്കെയാണ്. അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം വന്ന് ഇതൊക്കെ റെഡിയാക്കി സാധനം എടുത്ത് നേരെ നെടുമ്പാശ്ശേരിക്ക് പുറപ്പെട്ടു. അങ്ങനെ എമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്ന് ഇങ്ങനെ ഓരോ ക്ലിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കി അവസാനം ഒരു എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തിട്ടില്ല. 10 മിനിറ്റ് നേരത്തെ പണിയുള്ളൂ, പക്ഷെ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഫ്ലൈറ്റിൽ അച്ഛന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആളാണ്. എമിഗ്രേഷൻ ക്ലിയറൻസ് എന്താണ് ഒരു ഗ്രാഹ്യമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ വരാതിരിക്കാൻ സാധ്യതയില്ല, ഞാൻ കഴിഞ്ഞ തവണ പോയതാണല്ലോ, അങ്ങനെ വരാതിരിക്കാൻ സാധ്യതയില്ല, ഒന്നുകൂടെ നോക്കിയാൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഒരു വിധത്തിൽ ഇത് ക്ലിയർ ആയിട്ടില്ല. അത് ട്രാവൽ ഏജൻറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ആൾ അത് ചെയ്തപ്പം മറന്നു പോയതായിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല, പോയി ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ക്ലിയറൻസ് നടത്തി ഒരു ചെറിയൊരു ഇത് ചെയ്യണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു അത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഒന്ന് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ കൗണ്ടറിൽ ഇരുന്നവർ പറഞ്ഞത്, അച്ഛൻ ഞങ്ങൾ വെറും ഓഫീസേഴ്സ് മാത്രമാണ്, ഇതിൻ്റെ അതോറിറ്റി ഇരിക്കുന്നത് പാസ്പോർട്ട് ഓഫീസിലാണ്, അതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയാലും ചെയ്യാം, അവർക്ക് അതിൻ്റെ അതോറിറ്റി, ഞങ്ങൾ വെറും ഓഫീസേഴ്സ് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെ 7:45 പോകണം, 10 മണിക്കാണ് ഓഫീസ് തുറക്കുന്നത്. അവിടം വരെ എൻ്റെ 100% ഉറപ്പെന്തായിരുന്നു, ഞാൻ ഇന്ന് പോകും, 12 മണിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, 4 മണിക്ക് വേറൊരു സ്ഥലത്തൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് 6 മണിക്ക് ഒരു സ്ഥലത്ത് ധ്യാനം തുടങ്ങണം. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. എല്ലാം പ്ലാൻ ചെയ്ത് അവസാനം വന്നപ്പോൾ എന്താ, അപ്പോൾ 100% ഉറപ്പാണ്, തലേദിവസം ആ സെക്കൻഡ് വരെ 100% ഉറപ്പാണ് ഞാൻ ഇപ്പോൾ പോകും, അവിടെ പോയി അതെല്ലാം ചെയ്യും എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് പറയാണ് അച്ഛൻ്റെ എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തിയിട്ടില്ല. അപ്പം ഞാനന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്, അന്ന് രാവിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി വന്ന എല്ലാവരും പോയി, ഞാൻ മാത്രം പോയില്ല. എന്താ കാരണം? ശ്രദ്ധിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ മാമോദിസ മുങ്ങിയവർക്ക് പറ്റുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ക്ലിയറാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ച യേശു, നിത്യജീവനായ യേശുവിനെ സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ എളുപ്പമാണ്, നിത്യജീവനായ യേശുവിനെ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആരിലാണ്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നതാണോ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എങ്കിൽ നീ നിത്യജീവൻ്റെ ഉടമയല്ല. പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വന്നാൽ നിൻ്റെ പ്രാർത്ഥന നിർത്തും. ഇത്രേ ഉള്ളൂ. നീ പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നീ ദേവാലയത്തിൽ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ നിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഫോഴ്സ് എങ്കിൽ, ഒരു മോട്ടിവേറ്റിംഗ് പവറെങ്കിൽ, അതില്ലാതായാൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം നിലയ്ക്കുമെങ്കിൽ നീ നിത്യജീവൻ സ്വന്തമാക്കിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വേണമെങ്കിൽ തലേ ദിവസം വൈകുന്നേരം വരെ, ആ 5 മണി വരെ, തലേ ദിവസം 5 മണി വരെ വേണമെങ്കിൽ അത് ക്ലിയറൻസ് നടത്താൻ സമയമുണ്ട്. വെറുതെ 5 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരും. അതിനകത്ത് വെച്ച് ഫീസ് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് നമ്മളെന്താ വിചാരിക്കുന്നത്? അതൊന്നും കുഴപ്പമില്ല, എല്ലാം ക്ലിയറാണ്, വിസയുണ്ട്, ടിക്കറ്റുണ്ട്, പാസ്പോർട്ടുണ്ട്, ഓക്കെ, എല്ലാം ക്ലിയറാന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പൊടുന്നനെയാണ് അറിയണത്, അയ്യോ ഇന്ന് പോകാൻ പറ്റില്ല. ഇത് ഒരാൾക്ക് 2 ആൾക്ക് സംഭവിക്കുന്ന കാര്യമല്ല. മജോറിറ്റി, ഇവിടെ ഇരിക്കുന്ന മജോറിറ്റിക്ക് സംഭവിക്കും. അത് വലിയ പാപം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ പുണ്യപ്രവൃത്തി തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ നല്ല കാര്യങ്ങളും, നിങ്ങൾ ഇവിടുന്ന് വെള്ളം കൊടുക്കുന്നു, ധ്യാനം നടത്തുന്നു, ആളുകൾ കസേര ഇട്ട് കൊടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, പള്ളി പണിയുന്നു, പിന്നെ കൈക്കാരനായിരിക്കുന്നു, പിന്നെ ധ്യാനം നടത്തുന്നു, അതിനുള്ള കസേര സ്പോൺസർ ചെയ്യുന്നു. ഇതായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെയാണ് അറിയണത് നിത്യജീവൻ സ്വന്തമാക്കിയിട്ടില്ല. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്കുകൾ വായിച്ചത്. അന്ന് നിരവധി ആളുകൾ വന്ന് അബ്രഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. 10 കന്യകയുണ്ടെങ്കിൽ 5 50% പോക്കാന്നാണ് പറയണത്. 2 പേരുണ്ടെങ്കിൽ ഒരാൾ, 2 പേർ ഒരുമിച്ച് ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം അവിടെ കിടക്കും. ഞാനിത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. കുട്ടികളുടെ കാര്യം. നിൻ്റെ ആത്മാവ് നിത്യജീവൻ ഉറപ്പാക്കിയ അവസ്ഥയിലാണോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് അറിയാൻ പാടില്ല. അവർ ചിന്തിക്കുന്നത് എങ്ങനെ അറിയും അച്ഛാ, ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, ഇതിപ്പോൾ നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്നിപ്പോൾ ഞാൻ എങ്ങനെ അറിയും? ഇത് ടെസ്റ്റ് ചെയ്യാൻ വല്ല പരിപാടിയുണ്ടോ എന്നാണ് ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് അല്ലേ? നിങ്ങൾ ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാമായിരുന്നു എന്നാലും നിങ്ങൾ വിചാരിക്കണത്. അത് നമുക്ക് അങ്ങനെ ബൈബിൾ നോക്കാം. അത് നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള വല്ല പരിപാടി ഉണ്ടോ എന്ന് ബൈബിൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 25 തൊട്ട് 27 വരെ തിരുലേഖനങ്ങൾ, മാത്യു 7:25-27. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണുപോയില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യൻ. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ പെയ്യും, കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ടാവും. നിങ്ങൾ വചനം കേട്ട് നിങ്ങളുടെ ഹൃദയം യേശുക്രിസ്തുവാകുന്ന പാറമേൽ, നിത്യജീവനാകുന്ന പാറമേൽ അടിസ്ഥാനമിടാതെയാണ് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ മണലിൽ ഭവനം പണിത ഭോഷനായ മനുഷ്യന് തുല്യനായിരിക്കും. എന്തായാലും കർത്താവ് ഒരു കാര്യം ഉറപ്പ് തന്നിട്ടുണ്ട്, മഴ പെയ്യും. നിങ്ങളുടെ വിശ്വാസ സൗധം, നിങ്ങളുടെ വിശ്വാസ ജീവിതം എവിടെയാണ് അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്? കർത്താവ് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്, മണലിൽ ഭവനം പണിയുന്നവരുണ്ട്, വിശ്വാസ സൗധം പണിത് ഉയർത്തുന്നവരുണ്ട്,
പാറപ്പുറത്ത് വിശ്വാസ സൗധം പണിതുയർത്തുന്നവരുണ്ട്. ഒരു കാര്യം കർത്താവ് ഉറപ്പ് തന്നിരിക്കുകയാണ്, മഴ പെയ്യും. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അത് സംഭവിച്ചിരിക്കും. മഴ പെയ്യും, അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ട്, പ്രളയം എന്ന് കേട്ടില്ലേ? പ്രളയം ഉണ്ടാവും. പ്രളയം അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിക്കും. ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിക്കും. ഒരു കൂട്ടരുടെ ഭവനം നിലനിൽക്കും, ഒരു കൂട്ടരുടെ ഭവനം വീണു പോകും. ആരുടെ ഭവനമാണ് നിലനിൽക്കുന്നത്? പാറമേൽ ഭവനം പണിതിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസ ജീവിതം നിലനിൽക്കും. പാറമേൽ ഭവനം പണിയാത്തവരാണെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതം നിലനിൽക്കില്ല. അവർക്ക് അറ്റം വരെ എത്തിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവർ വീണു പോയിരിക്കും. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ തിരുസഭാ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഈ അടിസ്ഥാനത്തിൽ വേണം പൗരോഹിത്യ ജീവിതം പടുത്തുയർത്താൻ. ഈ അടിസ്ഥാനത്തിൽ വേണം സന്യാസ ജീവിതം പടുത്തുയർത്താൻ. ഈ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം പടുത്തുയർത്താൻ. ഇല്ലെങ്കിൽ മഴ പെയ്യും, കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ടാകും, ഭവനത്തിന് മേൽ ആഞ്ഞടിക്കും. ഞാൻ ഓർക്കുന്നുണ്ടൊരു സംഭവം. ഒരു ദിവസം അച്ഛൻ ഒരു പള്ളിയിൽ ധ്യാനത്തിന്, ഇതേപോലെ ഒരു പള്ളിയിൽ ധ്യാനത്തിന് വന്നപ്പം ഇതേമാതിരി ഇതിനു വേണ്ടി ചത്തു പണിയെടുത്തിരുന്ന നല്ല തീഷ്ണമതിയായ കുറേ ആൾ ചേട്ടന്മാർ അവർ പറഞ്ഞു, അച്ഛാ ഇതുപോലെ ഇനി ചെയ്യണം ഭയങ്കരമായിട്ട് ആവേശത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയാണ്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ വീണ്ടും ആ പ്രദേശത്ത് ചെന്നു. കൺവെൻഷൻ നടത്തുമ്പോൾ അവരൊന്നും കാണാനില്ല. അന്വേഷിച്ച് ചോദിക്കുമ്പോൾ പറയുകയാണ് എൻ്റെ അച്ഛ. അപ്പോൾ അവർ ഒരു 4-5 ഫാമിലികൾ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, അവർ നല്ല നല്ല ബെസ്റ്റ് ആളുകൾ ചത്തുപണി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നല്ലോ, എന്ത് പറ്റി ചേട്ടാ അവർക്കെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവർ അച്ഛ, അതായത് അതിൻ്റെ മെയിൻ ഒരാളുണ്ടായിരുന്നു. ആളുടെ മകൾക്ക് പള്ളിയുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് റിക്വസ്റ്റ് വെച്ചു. അപ്പം അപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിയൊക്കെ അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉടനെ എന്തായി? ദേഷ്യമായി, വൈരാഗ്യമായി, കേസായി, പള്ളിക്കെതിരെ കേസ്. അപ്പോൾ ഇത്രയും കാലം അവർക്ക് ഇടവകയോടുണ്ടായിരുന്ന സ്നേഹം എന്തായി? നിങ്ങൾ യേശുക്രിസ്തുവിലല്ല അടിസ്ഥാനം ഇട്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കാതെ വരുമ്പം നിങ്ങളുടെ ഈ ആത്മാർത്ഥതയും നിങ്ങളുടെ ഈ കമ്മിറ്റ്മെൻറ്റും നിങ്ങൾ ഇന്ന് കാണിക്കുന്നതെല്ലാം നാളത്തെ വിഷമാണ്. ഇന്ന് എത്രമാത്രം ആത്മാർത്ഥമായി നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ അത്രയും കഠിനമായി നിങ്ങൾ ഇത് തകർക്കാൻ വേണ്ടി നിങ്ങൾ നോക്കും. കർത്താവിൻ്റെ സഭയെ നശിപ്പിക്കാൻ നോക്കും. എന്താ കാരണം? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളല്ല, ഒരു അച്ഛനാണെങ്കിൽ അച്ഛൻ അങ്ങനെ നോക്കും. ഈ അച്ഛൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ യേശുവിലല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സഭയിൽ അനീതി കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു പറഞ്ഞ് വിരളി പിടിച്ച് വെരുക പോലെയാവും. ഒരു സന്യാസിനിയുടെ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിൽ സ്വസ്ഥത അനുഭവിക്കുകയല്ല. കുറച്ച് കഴിയുമ്പം അവരവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പോസ്റ്റുകൾ കിട്ടാതെ വരുമ്പോൾ പിന്നെ സഭയെ നശിപ്പിക്കാൻ മടിയില്ലാത്ത ആളുകളായി മാറും. ഹെൻറി 8-ാമൻ്റെ കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. യൂറോപ്പിൽ പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം ഉണ്ടായ കാലത്ത് UK-യിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കൈയും മെയ്യും മറന്ന് പല്ലും നഖവും വെച്ച് ശക്തമായി പോരാടി നിന്ന വ്യക്തിയാണ് ഹെൻറി 8-ാമൻ രാജാവ്. മാർപ്പാപ്പയുടെ അടുത്ത അനുയായിയാണ്, മാർപ്പാപ്പയുടെ തൊട്ടടുത്ത അനുയായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് കൊടുത്തിരുന്നൊരു ടൈറ്റിലാണ് ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ സംരക്ഷകൻ. അത്രയും കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത ആളാണ് ഹെൻറി 8-ാമൻ രാജാവ്. സമാസംരക്ഷണത്തിന് വേണ്ടി രാപകലിൽ അധ്വാനിച്ച ആളാണ്. ഇന്നൊരു പക്ഷേ ഒരു വൈദികനായി, ഒരു സിസ്റ്ററായി, ഒരു കൈക്കാരനായി, ഒരു വചനപ്രഘോഷനായി, ഓരോരുത്തരുടെ ജീവിതാംശം, കുട്ടിയോ യുവാവോ എന്തോ ആയിക്കോട്ടെ, അവരുടെ ജീവിതാംശത്തിനനുസരിച്ച് ഇന്ന് രാപകല് ഒരുപക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ സഭയിൽ വേല ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് കർത്താവിന് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ ഹൃദയം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്.
ആർ യു ഫൗണ്ടഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്? നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനം യേശുക്രിസ്തു എന്ന പാറയിൽ ഉറപ്പിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജനങ്ങൾക്ക് കാണാവുന്നത് നിങ്ങളുടെ പബ്ലിക് അപ്പിയറൻസ് മാത്രമാണ്. നിങ്ങൾ പൊതുവായ നിങ്ങൾ കാറ്റഗിസം പഠിപ്പിക്കുന്നെങ്കിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും, പള്ളിയിലാണെങ്കിൽ കുർബാന അർപ്പിക്കുന്നത് കാണാൻ പറ്റും, നിങ്ങൾ പ്രസംഗം കാണാൻ പറ്റും, നിങ്ങളുടെ പൊതുപ്രവർത്തനങ്ങൾ കാണാൻ പറ്റും, നിങ്ങളുടെ എല്ലാം പൊതുവായിട്ടുള്ള അപ്പിയറൻസ് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഹൃദയം യേശുക്രിസ്തുവിലാണോ ഉറപ്പിച്ചിരിക്കുന്നത് അതോ മണലിലാണോ വീട് പണിതിരിക്കണമെന്ന് നിങ്ങൾക്കും കർത്താവിന് മാത്രമേ അറിയുള്ളൂ. പതനം വന്നു കഴിയുമ്പോൾ എല്ലാവരും അറിയും. ഹെൻറി എട്ടാമൻ രാജാവ് സഭയ്ക്ക് വേണ്ടി രാപകൽ അധ്വാനിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തൻ്റെ ഒരു കാര്യം നടക്കാതെ വന്നപ്പോൾ ആ സ്നേഹമെല്ലാം കഠിന വെറുപ്പായി മാറി. അന്ന് വരെ സഭയോടുണ്ടായിരുന്ന കഠിനമായ ആ കമ്മിറ്റ്മെൻ്റ് എല്ലാം കഠിന വൈരാഗ്യമായി രൂപാന്തരപ്പെട്ടു. UK കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ വേണ്ടി പകല് സർവശക്തി എടുത്ത് അധ്വാനിച്ച വ്യക്തിയാണ് ആ രാജാവ്. എത്രയോ കൊലപാതകങ്ങളും എത്രയോ തരത്തിൽ സർവ്വതും നശിപ്പിക്കാൻ വേണ്ടി, കത്തോലിക്ക സഭയുടെ സർവ്വ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടി, ഒരു കാലത്ത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോലും തീക്ഷ്ണത ഉണ്ടായിരുന്ന ആളാന്ന് ഓർക്കണം. എന്നാൽ ഒരു കല്യാണം നടക്കാൻ ഒരാ പെണ്ണിനെ കെട്ടാൻ നോക്കി പെണ്ണിനെ കെട്ടാൻ സഭയുടെ നിയമം അനുസരിച്ച് സാധ്യമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ശത്രുവായി. മണലിൽ ഭവനം പണിതാലിങ്ങനെ അവനവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എന്താണ് നിങ്ങളുടെ ഈ മോട്ടിവേറ്റിംഗ് പവർ? എന്താണ് നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് പവർ? ചിലപ്പോൾ ഒരു നല്ല വികാരിച്ചനെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇടവകയെ പ്രവർത്തിക്കുന്നത്. ഒരു വികാരിച്ചൻ വന്നു, ആ വികാരിച്ചൻ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി, ആ അച്ഛൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആ ഇടവക ചത്ത് പണിയെടുക്കും. ആ വികാരിച്ചൻ ഇടവകയിൽ നിന്ന് പോയി ഉടനെ അടുത്തൊരു വികാരിച്ചൻ വന്നു, ആ അച്ഛൻ മറ്റേ വികാരിച്ചനെ പോലെയല്ല. എല്ലാ അച്ഛന്മാരും അവരവരുടെ പേഴ്സണാലിറ്റി ഉള്ളവരാണ്, ഓരോ രീതിയുള്ളവരാണ്. ചിലർ ദേഷ്യപ്പെടുന്നവരായിരിക്കും, ചിലർ ദേഷ്യപ്പെടാത്തവരായിരിക്കും, ചിലർ പാട്ട് പാടുന്നവരായിരിക്കും, ചിലർ പാട്ട് പാടാത്തവരായിരിക്കും, ചിലർ പ്രസംഗിക്കുന്നവരായിരിക്കും, ചിലർ പ്രസംഗിക്കാത്തവരായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സ്വഭാവമാണ്, ഓരോ രീതിയാണ്. ഒരച്ഛൻ വന്നപ്പോൾ എല്ലാം കൂടെ ഭയങ്കരമായിട്ട് നമ്മൾ ആത്മാത്മ അധ്വാനിച്ച്. ആ അച്ഛൻ പോയി, പുതിയ അച്ഛൻ വന്നു. ആ അച്ഛൻ നോക്കുമ്പോൾ പഴയ അച്ഛനെ പോലെ അല്ല, ഉടനെ അങ്ങോട്ട് പോകാതെയായി. അപ്പോൾ നമ്മുടെ ആ പള്ളിയിൽ വർക്ക് ചെയ്തെടുക്കാൻ ആ അച്ഛനിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആ അച്ഛൻ പോയി, നമ്മുടെ വിശ്വാസവും പോയി. അല്ലെങ്കിൽ ഒരു അച്ഛൻ തെറ്റ് ചെയ്തു, ഒരു അച്ഛനൊരു പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് വിചാരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛ ഞങ്ങളുടെ വികാരിയച്ഛൻ നോക്കുമ്പം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതാണ്, ഈ ആഴ്ച നോക്കുമ്പോൾ വികാരിച്ചനില്ല. നോക്കുമ്പം എവിടെയോ പോയെന്നാണ് പറയണത്. പിന്നെ കാര്യങ്ങൾ മനസ്സിലായി, ഒരു സ്ത്രീയുടെ കൂടെ പോയി. അപ്പം എന്തായി? ആ വികാരിച്ചനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കിടക്കണമെന്ന് വിചാരിക്കുക. അതോടുകൂടി വിശ്വാസം പോകും. എന്നാൽ യേശുക്രിസ്തു എന്ന ഫൗണ്ടേഷനിലാണ് നിങ്ങളുടെ വിശ്വാസം വിചാരിക്കുക. വികാരിച്ചനല്ല, മാർപ്പാപ്പയല്ല, ആര് പോയാലും നിങ്ങൾ കർത്താവിൻ്റെ സഭ ഉറച്ചു നിൽക്കും. ഇപ്പം എൻ്റെ കാര്യം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്നും ഇങ്ങനെ പ്രസംഗിക്കുമോ? ഉദാഹരണത്തിന് സഭയിൽ കുറേ കോലാഹലം ഉണ്ടാകുന്നിരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാകുന്നിരിക്കട്ടെ, അന്ന് ഞാൻ പ്രസംഗം നിർത്തുമില്ല. എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് എൻ്റെ അടിസ്ഥാനം? മനത്തോടത്തെ പിതാവ് തരുന്ന പ്രോത്സാഹനമാണോ? ഞാൻ മനത്തോടത്തെ പിതാവ് എന്നെ ശിക്ഷിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്നെ കഠിനമായി വെറുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഈ തീഷ്ണത കുറയോ ഇല്ലയോ? അതാണ് ഞാൻ നോക്കേണ്ടത്. എൻ്റെ തീഷ്ണത കുറഞ്ഞ് ഞാൻ ശുശ്രൂഷ ചെയ്യാതെയായി, ഞാൻ പ്രാർത്ഥിക്കാതെയായി, ഞാൻ ശുശ്രൂഷയ്ക്ക് പോകാതെയായി, എന്നാൽ പിന്നെ അങ്ങനെ സഭ അങ്ങോട്ട് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ എന്തായി? നിത്യജീവൻ ഉടമസ്ഥമാക്കാത്ത ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. യേശുക്രിസ്തു എന്ന ഫൗണ്ടേഷനിൽ നമ്മൾ അടിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വഭാവം വേറെയാണ്. ദേവാലയത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരുസഭയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ കത്തി ജ്വലിക്കുന്ന വിശ്വാസത്തിന് നിങ്ങളുടെ സമർപ്പണത്തിന് തടസ്സം വരുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണെന്നുള്ളത് ഒന്നും കൂടെ പരിശോധിച്ച് നോക്കണം. ഓൺലി വൺ തിങ് ഈസ് നെസസറി, ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ സ്വന്തമാക്കിയാണ്. നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് പവർ യേശുവാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വെളുപ്പിന് എഴുന്നേൽക്കുന്നുണ്ട്, നിങ്ങൾ ധ്യാനത്തിന് വരുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ സൽകൃത്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിയിൽ കിടക്കുന്ന ശക്തി, മോട്ടിവേറ്റിംഗ് പവർ യേശുക്രിസ്തു എന്ന ഫൗണ്ടേഷനാണോ? നമ്മൾ പരിശോധിച്ച് നോക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഈ സമയം നമ്മൾ ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഉടമസ്ഥതയിൽ ഇരുന്നിട്ട് ക്രിസ്ത്യാനി ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് പോകുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ വരുമ്പോൾ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും നമുക്ക് അഭിമാനം തോന്നുന്നുണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിഗതികൾ എന്താണ്? പതറിപ്പോകുന്നുണ്ടോ? ഈശോ പറഞ്ഞു, കാറ്റൂതും, വെള്ളപ്പൊക്കം ഉണ്ടാവും, വലിയ രോഗങ്ങളോ അപമാനങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കാൻഡൽ, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ സഭയിൽ തന്നെ ഉണ്ടാവും. സഭയുടെ ഉള്ളിൽ തന്നെ വൈദികർ പല പ്രബോധനങ്ങൾ വരും. വൈദികർ സമർപ്പിതർ അത് വൈദിക ചെയ്ത് ഉപേക്ഷിച്ച് പോയവർ പലതും പറയും. സന്യാസം ചെയ്ത് ഉപേക്ഷിച്ച് പോയത് പലതും പറയും. നിൽക്കുന്ന വൈദികർ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ട്. അവർ ചിലതൊക്കെ പറയും. ആരെങ്കിലും പറയണത് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകുന്ന ഒരു വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? നമ്മൾ പരിശോധിച്ച് നോക്കണം. 10 കന്യകമാരുണ്ടായിരുന്നു. 5 പേർ വിളക്കിൽ എണ്ണ കരുതിയവർ. അവരുടെ വിളക്ക് കെട്ടുപോയില്ല. മണവാളൻ വന്നപ്പോൾ അവരുടെ വിളക്ക് തെളിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നില്ല. മണവാളൻ വന്നപ്പോൾ വിളക്ക് കെട്ടിരിക്കുക. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വിളക്കിൽ എണ്ണ കരുതിയ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ത്യജിക്കേണ്ടി വന്നപ്പോൾ എണ്ണ കത്തുന്നുണ്ട്, വിളക്കുണ്ട്, എണ്ണ കത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നിയില്ല. ജീവൻ അർപ്പിക്കണമെങ്കിൽ അർപ്പിക്കാം. നമുക്ക് പ്രതികൂലം വരുമ്പോൾ നമ്മുടെ വിളക്ക് കെട്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എണ്ണ കരുതിയിട്ടില്ല. നിത്യജീവനാകുന്ന കർത്താവിനെ സ്വന്തമാക്കിയില്ല. നമ്മളെന്തോ ചില ജീവിത രീതികളെ മാത്രം അനുഗമിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഇന്ന് രാത്രി ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, അങ്ങയെ അനുഗമിക്കാൻ എനിക്കൊരു കൃപ തരണം, അങ്ങയെ സ്നേഹിക്കാൻ എനിക്കൊരു കൃപ തരണം, അങ്ങയെ സ്വന്തമാക്കാൻ എനിക്കൊരു കൃപ തരണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുവേ, അങ്ങയെ അനുഗമിക്കാൻ അനുഗ്രഹിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിനെ മാത്രം മതി, ബാക്കിയെല്ലാം പിതാവേ അത് മാറ്റി യേശുവിനെ സ്വന്തമാകാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൻ്റെ വലിയ സംപ്രീതി, കൃപയുടെ നീർച്ചാലുകൾ വലിയ പെരുവെള്ളം പോലെ അണപൊട്ടി ഒഴുകുന്ന നിമിഷം ജീവിക്കുന്ന ഏക സത്യദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിക്കുകയാണ്. മുഴുവൻ ശ്രദ്ധയും ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്ന സമയം. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. യേശുവേ, യേശുവേ എന്ന് വിളിക്കുക, ഉച്ചത്തിൽ വിളിക്കുക. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന കർത്താവിനെ സ്നേഹിച്ച് ആരാധിക്കുന്നു.